ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. Will they come back to you? Will they come back to you? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. Will they come back to you? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, വിൽ ദേ കം ബാക്ക് ടു യു എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ. ഓക്കെ, നമ്മളിവിടെ സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം വേദനയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു ഹീലിങ്ങിനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഒരു വേർപാട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ട് അവരെ ഒരു കാര്യം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്വയം ഒരു ഹീലാകാനായിട്ട് അവർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു. മീൻസ് അവർ നിങ്ങളുടെ ഒരു സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളോട് സംസാരിക്കാനായിട്ടൊക്കെ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം. തടസ്സങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ മറികടന്നിട്ട് ഒരു നെക്സ്റ്റ് മൂവ് എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ മറ്റൊരു മാർഗം, അല്ലെങ്കിൽ മറ്റൊരു വഴി, മറ്റൊരു ശ്രമം ആരംഭിച്ചു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ മുന്നിൽ ഡയറക്റ്റ് വരുന്നതിന് അവർക്ക് എന്തോ വലിയ തടസ്സങ്ങളുണ്ട്. മേ ബി ചില വ്യക്തികളുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കി മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എത്ര ഒരു റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ അരികിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഈ ഒരു വ്യക്തി ഉള്ളതെന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക്. ഈവൻ ഈ ഒരു സിറ്റുവേഷനിൽ പോലും അവർ നിങ്ങളുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അത്രയധികം അവർക്ക് ആകുലതകളുണ്ട്, വിഷമങ്ങളുണ്ട്, ഉത്കണ്ഠകളുണ്ട്. അതായത് ഏത് വിധത്തിലും നിങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലൈഫിൽ നിങ്ങളെ നഷ്ടമായി പോയതിൽ ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങളെ നഷ്ടമായി പോവാതിരിക്കാനായിട്ട് ഈ വ്യക്തി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. നഷ്ടമായി പോവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ടാവില്ല. അവര് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അരികിലേക്ക് വരേണ്ടത് എന്ന് അവർക്കറിയില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു തീരുമാനമുള്ളത് നിങ്ങളുടെ അരികിലേക്ക് തീർച്ചയായിട്ടും വരണം, നിങ്ങളെ നേരിട്ട് കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ആ വ്യക്തിക്ക് ചിന്തിക്കാനും ഒരു ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു അവസരം കൊടുക്കുക എന്നതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ഓൺ ചെയ്യപ്പെടേണ്ട സമയമാണ്. മേ ബി ഇതൊരു യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ ആയിരിക്കാം. നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് പോയതിനു ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഒരു സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു പ്ലാൻ ആയിരിക്കാം. മേ ബി ആ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വഴി രണ്ടുപേരും
ഒന്നിച്ചേരാനുള്ള ഒരു സാധ്യത ആയിരിക്കാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ചേഞ്ചസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ തന്നെ ഇങ്ങനെ ഒരു സ്പോണ്ടേനിയസ്ലി അത് കൺവേർട്ട് ആയി മാറും. ആ ഇംബാലൻസ് സിറ്റുവേഷൻ മാറി ഒരു ബാലൻസ് വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത, ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ. ചില കാര്യങ്ങൾ ഒന്ന് സ്റ്റേബിൾ ആക്കാനുള്ള രീതിയിലുള്ള ഒരു ഡിസിഷൻസ് ആണ് യൂണിവേഴ്സ് തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ മൂലമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സെപ്പറേഷനിലേക്ക് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ഫെയ്ത്ത് ആണ്, അല്ലെങ്കിൽ ഒരു വിധിയാണ്, ഇത് ഇങ്ങനെ തന്നെ നടക്കണമെന്ന് ഉള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സ് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വ്യക്തി അത്രമാത്രം ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ അതിന് തടസ്സമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് മനസ്സിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്പിരിച്വലി മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ ഒരു രീതിയിൽ ഒക്കെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് എടുക്കുക. ഇതാണ് നമുക്ക് ഈ ഒരു ഓവറോൾ എനർജി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി ഒന്ന് എടുത്തു നോക്കാം. വിൽ ദേ കം ബാക്ക് ടു യു എന്ന് പറയുന്നതിൻ്റെ ഒരു ടോപ്പിക്കാണ്. ക്ലാരിഫിക്കേഷൻ നമുക്ക് നോക്കാം. അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ക്ലാരിഫിക്കേഷൻ, അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ക്ലാരിഫിക്കേഷൻ. ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ സെപ്പറേഷനിലായി പോയ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്ലാരിഫിക്കേഷൻ, നിങ്ങളിലേക്ക് അവർ തിരികെ വരാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ള ക്ലാരിഫിക്കേഷൻ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഈ ഒരു സെപ്പറേഷൻ അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ അതൊക്കെ പഠിക്കണം എന്നുള്ള ആ ലെസൺസ് ഒക്കെ ഒന്ന് പഠിച്ച് നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടി ഒരു പേടിയൊക്കെ മാറ്റി കുറച്ച് ചേഞ്ചുള്ള മാറ്റങ്ങൾ സംഭവിച്ച ഒരു മനുഷ്യനായി മാറാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പൊ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫേർട്ട് ഇട്ടില്ലെങ്കിലും ഒരു റിവാർഡ് ലഭിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അതായത് നല്ല ലക്കുള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ പോവുകയും നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവാർഡ് ലഭിക്കും, നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിക്കും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് 2 ഓഫ് സോർഡ്സിന്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരൊറ്റ കാർഡിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ കാർഡിൽ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, കുറച്ച് ഡിലേ ആകും, ആൻസൈറ്റീസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഡിസിഷൻ എടുക്കാനായിട്ട് ഒത്തിരി ടെൻഷനാണ് അവർക്ക്. എങ്ങനെ ഡിസിഷൻ എടുക്കും എന്നുള്ള ഒരു കാര്യങ്ങളിലൊക്കെ അവർ ആ ഒരു രീതിയിലെല്ലാം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഫൈനലി ബീയിങ് ഏബിൾ ടു മേക്ക് എ ഡിസിഷൻ, അവസാനം അവരൊരു ഡിസിഷൻ എടുക്കും എന്ന്, അതിനൊരു റിസൾട്ടും കിട്ടും എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് ഈ ഒരു ലാസ്റ്റ് കാർഡിലൂടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഒരു എക്സ്പോസ്ഡ് ആകും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? കുറച്ച് സോൾ മെസ്സേജസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് ഇടുന്ന ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, അവർ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തിരികെ വരാനായിട്ട് അവർ ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. ഐ നെവർ ലവ്ഡ് എനിവൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. ഓക്കെ, അവർ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റാരെയും ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല എന്നൊരു കാര്യവും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ഓക്കെ, അവർ നിങ്ങളെ കിട്ടിയതിൽ അവർ വളരെ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ വളരെ ഭാഗ്യവതിയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും എല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ വ്യക്തി പറയുകയാണ്. ഓക്കെ, ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എനിക്ക് അവർക്ക് വിഷമങ്ങളുണ്ട്, അവരതൊക്കെ അവരുടെ ഒരു ചിരിയുടെ മറവിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, അത് തന്നെയാണ് നിങ്ങളുടെയും ഒരു സ്റ്റേജ്. നിങ്ങളും ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് ലെസൺസ് ഈ ഒരു സെപ്പറേഷനിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഫെയ്ത്ത് തന്നെയാണ്. അവരും അതുപോലെ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളും അവർ ഹാർഡ് ലെസൺസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ എംപ്റ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു, ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, 639 എന്ന് പറയുന്ന നമ്പറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 42 എറണാകുളം ജില്ല കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. 1998 എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ കിട്ടുന്നുണ്ട്. ടീച്ചർ, ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ഐ നമുക്ക് കിട്ടുന്നുണ്ട്. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. മെസ്സി ഹെയർ സ്റ്റൈൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യോഗ. ഓക്കെ, ലെറ്റർ ബി നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ ബി ഇവിടെ കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്. ഓക്കെ, സെപ്റ്റംബർ മന്ത്. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 44 യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എം. റെഡ് കളർ. 2005 ഗാർഡനിങ്. ക്രേസി. യു ക്യാൻ ട്രസ്റ്റ്. വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അവർ തിരികെ വരുമെന്ന് ഉറപ്പിക്കുന്ന ഒരു ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 1982 എന്ന് പറയുന്നൊരു വർഷം ഇവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 52 കിട്ടുന്നുണ്ട്. 1997 ഏപ്രിൽ മന്ത്. 1111 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സപ്പോർട്ടീവ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. നെക്സ്റ്റ് മന്ത് 1994 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 45 ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് താല്പര്യമുള്ളവരോ കളിക്കുന്നവരൊക്കെ ആകാം. നമ്പർ 31 ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. 39 നമ്പർ 37. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.